ഗുഡ് മോർണിംഗ്. ഇന്നൊരു ബാഡ് ഡേ ആണ് കേട്ടോ. എല്ലാവരുടെയും ലൈഫിൽ കാണൂലേ ഇടയിലൊരു ബാഡ് ഡേ, അതേപോലത്തെ ഒരു ബാഡ് ഡേ ആണിന്ന്. വെരി വെരി ബാഡ് ഡേ. Started with yesterday ended with a bad note. Today started with a bad note. Let's see how the day goes. So ഇന്നത്തെ വ്ളോഗിൽ ഞാൻ അത്ര ഒന്നും ഉണ്ടാവില്ല, കവർ ചെയ്യൂല. ഉള്ളത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ 5 to 10 minutes എന്തെങ്കിലും ആക്കാം. സോ ടുഡേ ഈസ് എ ബാഡ് ഡേ. ഐ എം സ്റ്റാർട്ടിങ് ലൈക്ക് ദിസ്. റിയൽ ലൈഫ് തന്നെ കാണിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ സത്യമായി പറഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. അമ്മന്റെ പൊന്നത്, അമ്മന്റെ പൊന്നാണോ ഇത്? അമ്മന്റെ റൂഫി പൊന്നാണോ ഇത്? ഷോർട്ട് മണി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചിക്കൻ കറി, പിന്നെ ഒരു മുട്ട ഉണ്ടാക്കുന്നുണ്ട്. ദോശ ചിക്കൻ കറി, 2 ദോശ, ചിക്കൻ കറി, ഒരു മുട്ട. സുന്ദരിയാണോ ഇത്? ഷോളൊക്കെ ഇട്ടിട്ട്, ഷോള് തലയിൽ കൂടെ ഇട്. ഇന്നത്തെ ലഞ്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന് തന്നു കേട്ടോ. മന്തിയുണ്ട്, മന്തി റൈസും അൽഫാമും. ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് ഭയങ്കര ബാഡ് ഡേ ആണ് എന്ന്. അപ്പോൾ ദൈവമായിട്ട് പറഞ്ഞേക്കും ഓരോരുത്തരുടെ തോന്നുന്നുണ്ട്. അവള് രാവിലെ തന്നെ രാവിലെ അല്ല, ഉച്ചയാകുമ്പോൾ കൊണ്ടുവന്ന് തന്ന്. അപ്പം ഇന്ന് കുക്കിംഗ് വേണ്ട, കുക്ക് ചെയ്യാനും എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. കുറച്ച് തൈരും കുക്കുംബർ സാലഡും മാത്രം ഉണ്ടാക്കിയിട്ട് ഇതൊന്ന് ഹീറ്റ് ചെയ്യട്ടെ. എനിക്ക് വേണ്ട പോർഷൻ മാത്രം എടുത്തിട്ട് നമുക്ക് ഈ അൽഫാമും ഈ റൈസ് കുറച്ചെടുത്തിട്ട് ഹീറ്റ് ചെയ്യാം, മൈക്രോവേവ് ചെയ്തിട്ട് ഇന്നത്തെ ലഞ്ച് ഇതാക്കാം. അപ്പം ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയാക്കി എടുത്തു. കുറച്ച് റൈസ് തന്നെ എടുത്തുള്ളൂ, പിന്നെ അൽഫാം അത് രണ്ടും ഒന്നിച്ച് വെച്ച് ചൂടാക്കി. പിന്നെ ഇതാ കുക്കുംബർ, പോമഗ്രനേറ്റ് ആൻഡ് കേർഡ് ഇത് വെച്ചിട്ടൊരു സാലഡ് പോലെ ആക്കി. ഇതാണ് സൈഡ്. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇവിടെ ഇതാ സോറോ കേർഡ് കഴിച്ചിട്ടിരിക്കുന്നുണ്ട്, റൂഫി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവൻ്റെ കഴിഞ്ഞിട്ട് അതേ ബൗളിൽ തരാം കേട്ടാ. നീ ഇപ്പം എല്ലാം ഡ്രൈ ഫുഡ് കഴിച്ച്, അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ തരാമായിരുന്നു. പക്ഷെ നിനക്ക് വേണമല്ലേ, തരാം. അപ്പം ഇപ്പം കുടിച്ച് കഴിയും, മമ്മി അതിലൊഴിച്ച് തരാം കേട്ടാ. ശരി, എക്സ്ട്രാ ഒഴിച്ചതും അവൻ തന്നെ കുടിച്ചു, ഒരു ഇച്ചിരി ബാക്കി വെച്ചോളൂ. അപ്പോൾ അവൾക്ക് വേറെ ബൗളിൽ ഒഴിച്ചു കൊടുത്തു. സോറോ, നീ ഫുള്ള് കുടിച്ചെന്നെ ആകണം ഡാ സോറോ. അത് ഫുള്ള് കുടിക്കേ, വെള്ളത്താടി വെച്ചിട്ട് ഫുള്ള് കുടിക്കേ. ഇന്ന് ജിഞ്ചർ ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ പറയുക, ചുണ്ടിൻ്റെ ഉള്ളിൽ പൊട്ടിയ കാരണം എനിക്ക് ഭയങ്കര എരിയുണ്ട്, ഫുഡൊന്നും ശരിക്കും കഴിക്കാൻ പറ്റുന്നില്ല. സോ ഒന്നും കഴിക്കാനേ തോന്നുന്നില്ല. ഇന്ന് ഡിന്നർ ഉണ്ടാവില്ല, നോക്കട്ടെ. റൂഫി ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ പി വെച്ച് കളിച്ചിട്ടിരിക്കുക കേട്ടോ. സോറോനെ റൂമിലാക്കി അടച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവൻ ഫുഡ് കഴിക്കണില്ല പറഞ്ഞിട്ട്. പക്ഷെ റൂമിൻ്റെ അടിയിൽ കൂടെ ശ്വാസം വിടുന്നുണ്ട് പുറത്തേക്ക്. ഇന്ന് നമ്മളെ ഫ്രണ്ട് ഇറച്ചി 1 കിലോ വാങ്ങിച്ചുകൊണ്ടെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അവനുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവനുണ്ടാക്കാൻ അറിയില്ല പറഞ്ഞിട്ട്
ഇവിടെ കേരള വണ്ടി വന്നപ്പോൾ 1 കിലോ ഇറച്ചി വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട്. ഞാൻ സവാളൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇറച്ചി കുറച്ച് ഐസ് പോകണം. അപ്പോൾ ഞാൻ ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ബീഫ് ഉണ്ടാക്കണത് നമ്മൾ കാന്താരി മുളക് ഇട്ടിട്ടാട്ടോ. കാന്താരി മുളക് ചതച്ചിട്ടിട്ട്. അപ്പോൾ ബീഫ് ഇതാ ഇവിടെ കുക്കറിൽ റെഡിയായി. ഇനി അത് വിസിൽ പോയാൽ മാത്രം മതി. അപ്പോഴത്തേന് നമുക്ക് ഇതാ ജിഞ്ചർ, ഗാർലിക്, കാന്താരി മുളകും വലിയ ജീരകവും ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 4 അനിയനാണ് എടുത്തുള്ളത്. ഇതിനെ ഫ്രൈ ആക്കി കൊണ്ടുവരണം. നമുക്ക് കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മളില്ലേ കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് ഫസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേ എന്തിനെത്ര വലിയ ചട്ടിയിലിട്ടെന്ന് വെച്ചാൽ ഇതേ ചട്ടിയിലാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോണത്. സോ അതുകൊണ്ട് ഇതിനെ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാൻ വിചാരിച്ചു. ഇതിനൊന്ന് ജസ്റ്റ് കളറ് മാറി ഒന്ന് ചൂടായി വന്നാൽ ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ ഉള്ളി വഴറ്റാൻ തുടങ്ങാം. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളില്ലേ, എന്താണ് കാന്താരി, ജിഞ്ചർ, ഗാർലിക്, വലിയ ജീരകം, അതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം പച്ചമണമൊക്കെ മാറുന്നവരാക്കുക. എന്നിട്ട് നമുക്ക് ഈ മസാലപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ തക്കാളി ഏറ്റവും അവസാനം അങ്ങനെ വലിയ വലിയ പീസ് പോലെ ആക്കിയിട്ട് ഇടുള്ളൂ. ആ തക്കാളി അങ്ങനെ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്ന് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇപ്പം മസാലപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഇല്ലേ ഈ ഇറച്ചി വേവിച്ച് വെച്ച വെള്ളമില്ലേ, ഈ വെള്ളമാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ഒഴിക്കാൻ പോണത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇറച്ചിടുള്ളൂ. കാരണം ഇറച്ചി ഓൾറെഡി ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഇതാക്കാതിരിക്കാൻ മസാല ഫസ്റ്റ് ഉണ്ടാക്കി പിന്നെ നമ്മൾക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഇതിൽ നമ്മൾ 2 തക്കാളീനെ കുറച്ച് വലിയ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തു. തേങ്ങാക്കൊത്തും വറുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല ഇന്ന് നമ്മൾ കുറച്ചൊരു റോസ്റ്റ് പോലെ ആക്കണുള്ളൂ. കാരണം റൈസിൻ്റെ കൂടെ കഴിക്കാനാ, വേറെ കറിയൊന്നുമില്ല. അപ്പം ഇത് മാത്രം. അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രൈ പോലെ ആക്കൂല, ഒരു റോസ്റ്റ് പോലെ. ഇതിൽ കുറച്ചും കൂടെ ഗ്രേവി വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇറച്ചിയും കൂടെ ഇട്ടിട്ടാ, എന്നിട്ടിങ്ങനെ ഇളക്കിയെടുക്കാം. ഇറച്ചി അവർ ഭയങ്കര ചെറിയ പീസായി കട്ട് ചെയ്യണില്ല. പിന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു ഇതിനെ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ടാസ്ക്കാണ് പണീൻ്റെ ഇടയിൽ. അതാ ബീഫ് ഇത്ര കഴിഞ്ഞു, ഇനി ഇത്ര ഉള്ളൂ. പിന്നെ മന്തി റൈസ് കുറച്ച് കഴിഞ്ഞു, വൈറ്റ് റൈസ് കുറച്ച് കഴിഞ്ഞു. എല്ലാം കൂടെ മിക്സ് ചെയ്തടിച്ച്. മന്തിത്തെ ചിക്കൻ കഴിച്ചല്ലോ അല്ലേ? എടാ മൃദുല, താങ്ക് യു, നല്ല ഫുഡായിരുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോ കൂടെ അവരെന്തായാലും എന്റെ വീഡിയോ കാണും ഡെയിലി. അത് തിന്ന്. ആ തക്കാളി ലാസ്റ്റ് ഇട്ട് തക്കാളിയാ, അതങ്ങനെ തിന്നാൻ നല്ല രസമായിരിക്കും. ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ ബാഡ് ഡേ നമ്മളിവിടെ തീർക്കാൻ പോവാണ്. എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവില്ലേ ബാഡ് ഡേയ്സ്? അതേപോലത്തെ ഒരു ബാഡ് ഡേ ആയിരുന്നു അത്. എൻ്റെ ഈ ചെടി ഫുള്ള് പോയി, എൻ്റെ ജേഡ് ഫുള്ള് പോയി. ഓവർ വാട്ടറിങ് ആയിരുന്നു തോന്നുന്നു, വെള്ളം കൂടിപ്പോയിട്ട്. ശരി, വെള്ളം താഴെ വിടാം, പാവല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ ബാഡ് ഡേയ്സ് ലൈഫിൽ? അതേപോലത്തെ ഒരു ബാഡ് ഡേ ആയിരുന്നു എനിക്കിന്ന്. ഫുൾ സാഡ്, ഫുൾ വേദന. എനിക്കിങ്ങനെ ചുണ്ടിൻ്റെ അടിയിൽ ഒരു മുറിയായിട്ടുണ്ട്. ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്, ബട്ട് സ്റ്റിൽ ആക്സിഡൻ്റ് ആണെങ്കിലും മുറി ആയല്ലോ, നല്ല വേദന ഉണ്ട്. കറക്റ്റ് ഇങ്ങനെ താഴെ ഇവിടെ ആയിട്ട് ഉള്ളിൽ. അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, എരിവൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിന്നർ ഞാനിന്നൊരു നേന്ത്രപ്പഴം ഒരു റോബസ്റ്റ് പഴമാണ് കഴിച്ചത്. ഇപ്പോൾ അതാ പാലിൽ കുറച്ചധികം മഞ്ഞപ്പൊടി ഇട്ടുന്നു. കുറേ മഞ്ഞപ്പൊടിയും കുറേ നെയ്യും ഇട്ടുണ്ട്. കാരണം നെയ്യും മഞ്ഞപ്പൊടിയൊക്കെ മുറിവ് ഉണങ്ങാൻ എളുപ്പമാവും. അവിടെ ആക്കിയിട്ടേ കുടിക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ വേഗം മാറിയാലോ.
ഫ്രണ്ട് പറഞ്ഞു സോൾട്ട് വാട്ടർ വെച്ച് ഗാർഗിൾ ചെയ്താൽ വേഗം മാറും പറഞ്ഞിട്ട്. കറക്റ്റ് ആ ജംഗ്ഷനാണ് ഇങ്ങനെ, അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും കുറച്ച് ദിവസം സംസാരിക്കാതിരിക്കും, വായക്ക് റെസ്റ്റ് കിട്ടും. പക്ഷെ നല്ല പെയിൻ ഉണ്ട് കേട്ടോ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സൈഡാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ വെച്ച് ഫുഡ് കഴിക്കാം. ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഇവിടെ വെച്ച് കഴിക്കുമ്പോഴും എരിവ് ഇങ്ങോട്ട് വരിക, ഇവിടെ വെച്ച് കഴിക്കുമ്പോഴും എരിവ് ഇങ്ങോട്ട് വരിക. അതുകൊണ്ടിപ്പോൾ കഴിക്കാൻ പറ്റില്ല. ബീഫ് തന്നെ ഞാൻ ഒരു പീസൊക്കെയാണ് ടേസ്റ്റ് മാത്രം നോക്കി. പക്ഷെ എനിക്ക് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നാളെ ലഞ്ചിന് എങ്ങനെയെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട്. ഉച്ചക്ക് മന്തി കഴിക്കുമ്പോഴും മന്തി നല്ല മൈൽഡായിരുന്നു. പക്ഷെ മന്തിൻ്റെ ചിക്കൻ ഗ്രേവി അല്ലല്ലോ, ഡ്രൈ ആയതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല. എന്നാലും കുറച്ച് എരിവൊക്കെ വന്നു. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നാളെ നല്ലൊരു ദിവസമായാൽ മതിയായിരുന്നു. ശരി, നമുക്ക് ഇന്ന് ഇതിൽ നിന്ന് ഒരു കോട്ടോ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് സംസാരിക്കാൻ ഒരു ടോപ്പിക് കിട്ടുമല്ലോ. The magic you are looking for is in the work you are avoiding. ഇത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ കുറേ പേർക്കും അല്ലാത്തവർക്കും ഒക്കെ ഇത് ബാധകമാണ്. നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാജിക്ക് നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ് ഉള്ളതെന്ന്. നിങ്ങളത് ഒഴിവാക്കാണ്ട് നിങ്ങളത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫീൽ ദ മാജിക്. അതാണ് ഇന്നത്തെ തോട്ട്. വേറെ ഒരെണ്ണം കൂടെ എടുക്കാം, ഒരു ബ്ലൂ എടുക്കാൻ തോന്നുന്നുണ്ട്. Your future doctors are using ChatGPT for exams. Better start eating healthy. Already ആ ഫ്യൂച്ചർ പായി. യുവർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആർ യൂസിങ്. നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ള ഡോക്ടേഴ്സൊക്കെ ChatGPT നോക്കിയിട്ടാവും പഠിക്കുന്നുണ്ടാവുക, പഠിച്ച് എക്സാം പാസ്സാവുണ്ടാവുക. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളും പണ്ടത്തെ ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പഠിച്ച് ബുദ്ധി അങ്ങനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി വരാൻ പോണത് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ChatGPT നോക്കിയിട്ട് സൊല്യൂഷൻ പറഞ്ഞു തരും, പ്രിസ്ക്രിപ്ഷൻ തരും. അതുകൊണ്ട് നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇത് കുറച്ച് ചൂടുണ്ട്, വാം മിൽക്ക് അല്ലേ, ചൂടുള്ളത് കൊണ്ട് കുറച്ച് എരിയുണ്ട്. പിന്നെന്താ, ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയി, നാളെ ഫ്രൈഡേ. എനിക്ക് കുറച്ച് അധികം പണിയുണ്ടാവും എല്ലാ ഫ്രൈഡേസും, എല്ലാ മന്ത് ആൻഡ് 2 ഡേയ്സും. ഈ മൂന്നല്ല, എല്ലാ ഫ്രൈഡേ വീക്ക്ലി വരില്ല. അപ്പം 4 ദിവസം, പിന്നെ മന്ത് എൻഡ് 2 ദിവസം. ഈ ദിവസങ്ങളാണ് എനിക്ക് ഏറ്റവും പണി കൂടുതലുള്ള ദിവസം. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കൂടുതൽ പണി മാത്രം ഉണ്ടാവും. നാളെ പക്ഷെ നോക്കാം. ഇന്ന് ഞാൻ പുറത്തേ ഇറങ്ങിയിട്ടില്ലല്ലോ, രാവിലെ ഇല്ല. ജിമ്മിൽ പോയി അത്ര തന്നെ. ഈവനിങ് വാക്കിന് ഞാൻ ഒന്നും പോയിട്ടില്ല. പിന്നെ ഒന്നിനും പോയില്ല. ഞാൻ ഈവനിങ് ചുമ്മാ ഒരു വാക്കിന് പോകാൻ വിചാരിച്ചു, ഇവരൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക്. പക്ഷെ ഒരു കാര്യം ഓർമ്മ വന്ന്, ഞാൻ കറക്റ്റ് ഇവരിനൊന്നും കൂട്ടാണ്ട് ഹെഡ്ഫോണിൽ വല്ല നല്ല പാട്ടൊക്കെ വെച്ച് ഒറ്റയ്ക്ക് വാക്കിങ് പോവാന്ന് വിചാരിച്ച്. ആ സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നത്, നമ്മളുടെ ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്ററേ ഉള്ളൂ, സിപ്പാനി ബ്ലിസ് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. അവിടെ ഇന്ന് എയർ ഗണ്ണ് വെച്ചിട്ട് ഫയറിങ് നടത്തിയിട്ടുണ്ട് ഒരുത്തൻ. അവൻ UP കാരനാണെന്നാ കേട്ടത്. അവൻ അവിടെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അവൻ ആദ്യം അവന്റെ ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നിട്ട് എയർ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സെക്യൂരിറ്റി ചോദിക്കാൻ പോയപ്പോൾ സെക്യൂരിറ്റിനെ ഷൂട്ട് ചെയ്ത്. പക്ഷെ ഒന്നും ആയിട്ടില്ല. പക്ഷെ ആ ഗണ്ണും അവനെയും ഒക്കെ പോലീസ് കൊണ്ടുപോയി. അയ്യോ, അവനൊരു ഫണ്ട്. അവൻ ഏതവസ്ഥയിൽ ചെയ്താളാവോ ദൈവമേ. ശരിക്കുള്ള കണ്ണാവാതിരുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പോൾ പക്ഷെ ഇവിടെ അടുത്ത് തന്നെ ആ ന്യൂസ് കണ്ടപ്പോൾ പിന്നെ എനിക്ക് പുറത്തൊറ്റക്ക് നടക്കാൻ പോകാൻ പേടി. ദൈവം ഇനി ശരിക്കുള്ള കണ്ണ് വെച്ച് ഇവിടെ ഏതെങ്കിലും ഒരുത്തനൊക്കെ ഉണ്ടാവോ പറഞ്ഞിട്ട്. ഇത് കുറച്ച് ഉള്ളിലേക്കാണല്ലോ. പക്ഷെ ഇത്ര നാൾ ആ ഒരു പേടി തോന്നിയിട്ടുണ്ടായില്ല കേട്ടോ. ഉള്ളിലേക്കാണെങ്കിലും ഭയങ്കര നേച്ചറിനോട് ക്ലോസ് ആയിട്ടുണ്ട്, അങ്ങനത്തെ ഒക്കെ ഇതാ തോന്നുക. പേടി പോലത്തെ സംഭവം വന്നിട്ടുണ്ടായില്ല. ഇത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്, അപ്പാർട്ട്മെന്റിന്റെ പേരടക്കം ന്യൂസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനും പേര് പറഞ്ഞത് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പേര് പറയില്ല. പക്ഷെ ന്യൂസിലെ സിപ്പാനി ബ്ലിസ് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിവിടെ അടുത്താ. അങ്ങനെ അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് അധികം സംസാരിക്കാനും പറ്റില്ല, ഇതിങ്ങനെ തട്ടുക. നാളെ നമുക്ക് പുതിയൊരു ദിവസമായിട്ട് പുതിയൊരു വ്ളോഗായിട്ട് വരാം. ഇന്ന് എനിക്ക് ഇറ്റ് വാസ് എ ലോ ഡേ. ബാഡ് ഡേ എന്നും പറയാം, ലോ ഡേ എന്ന് പറയാം. ഐ ക്രൈഡ് എ ലോട്ട്. നിങ്ങൾക്ക് കണ്ണു കണ്ടിട്ട് അറിയണമെന്നറിയില്ല. അത് എനിക്ക് അങ്ങനെ ഭയങ്കര ലോ ആയാൽ വെറുതെ കരയണം. ഇന്ന് ഞാൻ എങ്ങനെ കരഞ്ഞു അറിയോ?
സോറോനെ കൊണ്ട് കടിക്കാൻ വെച്ചിട്ട്. അങ്ങനെ അവനങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് അവൻ കടിക്കും. അപ്പം നമ്മൾ വലിച്ചെടുത്താൽ നമുക്ക് ഇവിടെ മുറിയാവും. ഞാൻ വലിച്ചെടുക്കൂല, അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം വിട്ടിട്ടൊക്കെ 2-3 പ്രാവശ്യം അവൻ പറഞ്ഞ് കടിക്കും. കുറച്ചൊക്കെ വേദനിക്കും, മുറിയൊന്നും ആവില്ല. അപ്പോൾ ആ വേദന നോക്കിയിട്ട് ഞാൻ അവനെ നോക്കിയിട്ട് ഇരുന്ന് ഞാൻ കരയരുത്, എന്നെ കടിക്കണു, സോറോ കടിക്കണു, ഇവിടെ വേദനിക്കുന്നു. റൂഫി പാവം വിഷമായിട്ട് റൂഫി സോഫയിൽ കയറി വന്നിട്ട് എൻ്റെ കണ്ണുനീരൊക്കെ നക്കി ക്ലീൻ ചെയ്ത് തരുമായിരുന്നു. മമ്മി കരയണ്ട. ഇന്നൊരു ഇത് ശരിക്കും PMS ഒക്കെ കഴിയുമ്പോൾ വരുന്ന പോലത്തെ അതിനേക്കാൾ വേഴ്സ്റ്റ് മൂഡായിരുന്നു എനിക്കിന്ന്. PMS ഒന്നും ആയിട്ടില്ല, പക്ഷെ ഭയങ്കര ബാഡ് ഡേ, വേഴ്സ്റ്റ് ഡേ. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ലവ് യു ഓൾ. നമ്മൾ ഇനിയും ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ആയിട്ട് ഇനിയും വരാം. നാളെ കാണാം. ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്.